ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ അത് തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഞാൻ തന്നെ ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങും. ആദ്യഘട്ടത്തിലായി അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുകയാണ്. ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. നമ്മുടെ നിയമസഭാ സമ്മേളനം മെയ് 21-ന് MLA-മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22-ന് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുമായി നിയമസഭയുടെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ബഹുമാനപ്പെട്ട ഗവർണറോട് ഞങ്ങൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. അംഗൻവാടി ജീവനക്കാരുടെ, വർക്കർമാർ, ഹെൽപ്പർമാർ, അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാം. ഞാൻ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കാര്യം മറന്നുപോയിട്ടില്ല എന്ന് അവരെ ഓർപ്പിക്കാൻ കൂടി വലിയ തുകയെന്നുള്ള 1000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കും. സംസ്ഥാനത്തെ പാചക തൊഴിലാളികളുടെ വേതനം വളരെ മോശമാണ്. അവർക്കും അതുപോലെ തന്നെ 1000 രൂപ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ജോലി ചെയ്തു വരുന്ന പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും ഓണറേറിയം അതും 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഈ നവകേരള സദസ്സിൻ്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നും മറക്കാൻ പറ്റുന്നില്ല. രാഷ്ട്രീയ പ്രതികാരത്തിനൊന്നും അല്ല പോകുന്നത്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് ഉത്തരവ്? അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കാരണം ഇവർ പറഞ്ഞത് ഒരു തെളിവും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വീഡിയോ ഹാജരാക്കിയപ്പോൾ കോടതിക്ക് അത് ബോധ്യമായി. കാരണം മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല, ബോധ്യമായി. അപ്പോൾ കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.